ഓക്കെ, സോ 15,000 റുപ്പീസിന്റെ താഴെയുള്ള ബെസ്റ്റ് ഫോണിന്റെ ഈ വീഡിയോ, അതിനുശേഷം 20,000 റുപ്പീസിന്റെ താഴെയുള്ള ദി ബെസ്റ്റ് ഫോണിന്റെ ഈ വീഡിയോയ്ക്ക് ശേഷം നമ്മൾ 25,000 റുപ്പീസ്, അതായത് 25,000 രൂപയുടെ താഴെയുള്ള ദി ബെസ്റ്റ് ഫേവറേറ്റ് ഫോൺസ് ആണ് കാണാൻ പോകുന്നത്. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഫസ്റ്റ് ഫോണാണ് നത്തിങ് എന്ന ബ്രാൻഡിന്റെ നത്തിങ് ഫോൺ 2A. സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ 120 ഹെർട്സിന്റെ ആമോലെഡ് ഡിസ്പ്ലേ, MediaTekന്റെ Dimensity 7200 Pro ചിപ്സെറ്റ്, 50 മെഗാ പിക്സലിന്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്, 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ, 5000 mAhന്റെ ബാറ്ററി, 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. ഈ ഫോൺ ബേസിക്കലി യുണീക്ക് ഫോൺസ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയാണ്. അറിയാലോ, നത്തിങ്ങിന്റെ ബാക്കിൽ ലൈറ്റ് കത്തുന്ന സംഭവമൊക്കെ ഉണ്ട്. സോ നത്തിങ് ഇതുവരെ 3 ഫോൺസ് മാത്രമേ ഇറക്കിയിട്ടുള്ളൂ. സോ നിങ്ങളുടെ തൊട്ടടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രദേശത്ത് നത്തിങ്ങിന്റെ സർവീസ് സെന്റർ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഉറപ്പ് വരുത്തുക. ഓക്കെ, കാരണം അവർക്ക് അങ്ങനെ ഡെഡിക്കേറ്റഡ് സർവീസ് സെന്റേഴ്സ് ഇല്ല. എന്നാൽ തേർഡ് പാർട്ടി ഓത്തറൈസ്ഡ് സർവീസ് സെന്റേഴ്സ് ഉണ്ട്, അത് ചിലയിടങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ അതൊന്നും ഉറപ്പ് വരുത്തുക. ബാക്കി ഫോണൊക്കെ നല്ലതാണ്, പ്രത്യേകിച്ചും സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ, ഫോർ എക്സാമ്പിൾ ക്യാമറ ആപ്ലിക്കേഷൻ ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു, ചെറിയ സ്റ്റട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ റിവ്യൂവേഴ്സ് ആണെങ്കിലും യൂസേഴ്സ് ആണെങ്കിലും അവരുടെ ഫീഡ്ബാക്ക് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് തരുന്ന ഒരു ബ്രാൻഡാണ് നത്തിങ്. സോഫ്റ്റ്വെയറുള്ള ഇഷ്യൂസ് ഒക്കെ കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് തരുന്നത്. പിന്നെ ലേറ്റസ്റ്റ് Android 14 ഉണ്ട്, നത്തിങ് OS ആണ് വരുന്നത്. അറിയാലോ, ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെറ്റപ്പിലുള്ള UI എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. വേണമെങ്കിൽ കളറൊക്കെ ആക്കാൻ പറ്റും, അവിടെ ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ ക്ലീൻ എക്സ്പീരിയൻസ് തരുന്നുണ്ട്, അതായത് ആഡ്സും ബ്ലോട്ട്വെയർസ് ഒന്നുമില്ല. 3 വർഷത്തെ OS അപ്ഡേറ്റ് അവർ പ്രോമിസ് ചെയ്യുന്നുണ്ട്. 7200 Pro ചിപ്സെറ്റ് ആണ് വരുന്നത്. ഡീസെന്റ് ചിപ്സെറ്റ് ആണ്, കാരണം ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പം ഭയങ്കരമായ ചിപ്സെറ്റ്സ് ഒക്കെ വരുന്നുണ്ട് ചില ഫോൺസിൽ. പക്ഷേ നോർമൽ യൂസ് ആണെങ്കിലും ഈവൻ കാഷ്വൽ ഗെയിമിംഗ് ഒക്കെ ആണെങ്കിൽ അതിനുവേണ്ടി ഓക്കെയാണ്. നിങ്ങൾ അങ്ങനെ പെർഫോമൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഇഷ്യൂ ഒന്നും ഫേസ് ചെയ്യാൻ പോകുന്നില്ല. ക്യാമറ പെർഫോമൻസ് ഇസ് ജസ്റ്റ് ഓക്കെ. നത്തിങ്ങിന്റെ അറിയാലോ, അങ്ങനെയാണ് സംഭവം. അതായത് ഇങ്ങനെ പതുക്കെ അപ്ഡേറ്റ് ഇങ്ങനെ അയച്ചാണ് അവർ ഈ ക്യാമറ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നത്. ഇതിലും ഇംപ്രൂവ് ആയി വരുന്നുണ്ട്, പക്ഷേ ഇനി ഇംപ്രൂവ് ആവാനുണ്ട്. ഓക്കെ, സോ ഭയങ്കരമായിട്ടുള്ള ഒരു ക്യാമറ പെർഫോമൻസ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ നല്ലൊരു യൂണീക്ക് ഫോൺ തന്നെയാണ് നത്തിങ് ഫോൺ 2A. എന്നാൽ ബോക്സിൽ ചാർജർ വരുന്നില്ല. ഓക്കെ, സോ അതിന്റെ എക്സ്ട്രാ പൈസയും കൂടെ ആഡ് ചെയ്തോളൂ. 8GB 128GB പ്രൈസ് ആണ്, 23,999 രൂപ. ഇത് ഫ്ലിപ്കാർട്ടിലും പിന്നെ നത്തിങ്ങിന്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഫോണാണ് പോക്കോ എന്ന ബ്രാൻഡിന്റെ പോക്കോ X6 Pro. സോ പോക്കോ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഒരു ഫോൺ ഇറക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രൈസിൽ വരുന്ന ഏറ്റവും വാല്യൂ ഫോർ മണി അല്ലെങ്കിൽ ഒരുപക്ഷെ ഏറ്റവും പവർഫുൾ ഫോൺ ആയിരിക്കും. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഓക്കെ, സോ 120 ഹെർട്സിന് ആമോലെഡ് ഡിസ്പ്ലേ ഉണ്ട്. MediaTekന്റെ Dimensity 8300 അൾട്രാ ചിപ്സെറ്റ് ആണ് തന്നിരിക്കുന്നത്. 64 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ, 5000 mAhന്റെ ബാറ്ററി, 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ കൊടുത്തിട്ടുണ്ട്. ഈ പ്രൈസിൽ കിട്ടാവുന്ന ഏറ്റവും പവർഫുൾ ചിപ്സെറ്റ് ആണ് പോക്കോ X6 Pro. അതിലൊരു സംശയവും വേണ്ട, കാരണം 1.4 മില്യൺ, അതായത് 14 ലക്ഷത്തിന്റെ അൺടുഡു സ്കോർ കിട്ടുന്നുണ്ട്. ഈവൻ 30,000 റുപ്പീസിന് താഴെ വരുന്ന ഫോണിലും ഇത്രയും അൺടുഡു സ്കോർ കിട്ടാറില്ല നോർമലി. പിന്നെ ടോപ്പ് ലെവൽ ഫ്ലാഗ്ഷിപ്പ് ഫോൺസ്, ഫോർ എക്സാമ്പിൾ S24 അൾട്രയിലൊക്കെ വരുന്ന LPDDR5X RAM ആൻഡ് UFS 4.0 RAM സ്റ്റോറേജ് വേരിയന്റ് ഒക്കെയാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര പവർഫുൾ ഒരു ഫോണാണ് തീർച്ചയായിട്ടും. സോ നിങ്ങളുടെ ഉദ്ദേശം ഗെയിമിംഗ് ആണെങ്കിൽ നല്ലൊരു പെർഫോമൻസ് കിട്ടും. അതിനോടൊപ്പം തന്നെ 256GB കിട്ടുന്നുണ്ട്. 1.5K റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണ്. Gorilla Glass 5ന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ലേറ്റസ്റ്റ് Android 14 ഉണ്ട്. ഹൈപ്പർ OS ആണ് വരുന്നത്. ഓക്കെ, 3 വർഷത്തേക്കുള്ള അപ്ഡേറ്റിന്റെ പ്രോമിസ് പോക്കോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നല്ലൊരു പവർഫുൾ പാക്കേജ് ആണ്. എന്നാൽ അത്യാവശ്യം നല്ല ആഡ്സും ബ്ലോട്ട്വെയർസ് ഒക്കെ ഇവിടെ സഹിക്കേണ്ടി വരും. ഓക്കെ, ഈവൻ നമ്മളിങ്ങനെ സെർച്ച് ഒക്കെ ചെയ്യുമ്പോൾ അവിടെ ആഡ് ഒക്കെ കാണിക്കുന്നുണ്ട്. സോ റെക്കമെൻഡേഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ടേൺ ഓഫ് ചെയ്യേണ്ടി വരും. ക്യാമറ പെർഫോമൻസ് ജസ്റ്റ് ഓക്കെ ആണ്, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ആക്ച്വലി ഇതിന് മുന്നേ വന്ന പോക്കോ X5 Pro ഉണ്ടല്ലോ, അതിന്റെ ക്യാമറ പെർഫോമൻസ് ഇതിനേക്കാളും ബെറ്റർ ആയിരുന്നു. അതിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ക്യാമറ നിങ്ങൾക്ക് വലിയൊരു ഇമ്പോർട്ടന്റ് ഘടകമല്ല എങ്കിൽ നല്ലൊരു ഫോൺ ആയിരിക്കും. എന്നാൽ ഭയങ്കര ലോങ് ടൈം നമ്മൾ ഗെയിമിംഗ് ചെയ്യുമ്പോൾ ചെറിയ രീതിയിലുള്ള ഹീറ്റിംഗ് ഫേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് കാരണം ഗെയിമിംഗ് ഒന്നും എഫക്റ്റ് ആവുന്നില്ല, പക്ഷേ ചെറിയ രീതിയിൽ ഫോൺ ഹീറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പ്രൈസ് നോക്കുകയാണെങ്കിൽ 8GB 256GB പ്രൈസ് ആണ്, 24,499 രൂപ. ചിലപ്പോഴൊക്കെ 23 രൂപ കിട്ടുന്നുണ്ട് ഓഫറൊക്കെ ചേർത്ത്. നെക്സ്റ്റ് ഫോണാണ് ഷൗമിയുടെ തന്നെ Redmi Note 13 Pro, 120 ഹെർട്സിന്റെ ആമോലെഡ് ഡിസ്പ്ലേ, Qualcomm Snapdragon 7S Gen 2 ചിപ്സെറ്റ്, 200 മെഗാ പിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ, 5100 mAhന്റെ ബാറ്ററി, 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോക്സിൽ ചാർജർ ഒക്കെ വരുന്നുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി ഒരു പ്രീമിയം ലുക്കും പ്രീമിയം ഇൻ ഹാൻഡ് ഫീൽ തരുന്ന ഒരു ഫോണാണ്. ഷോമിയുടെ ഫോൺസ് അറിയാലോ, സോ ബാക്കിലും ഗ്ലാസ് കിട്ടും. അങ്ങനെ കയ്യിലെടുക്കുമ്പോൾ നല്ലൊരു പ്രീമിയം ഫീൽ കിട്ടും. ഒരു ബോക്സി ഡിസൈനിലാണ് വരുന്നത്. പ്ലസ് ഇതിന്റെ ഡിസ്പ്ലേയിൽ Gorilla Glass വിക്ടേഴ്സിന്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണ്. സോ നല്ല കിടിലൻ ഡിസ്പ്ലേ ആണ് ഈ പ്രൈസ് റേഞ്ചിൽ ഷോമി തന്നിരിക്കുന്നത്. ഈവൻ ക്യാമറ പെർഫോമൻസ് നമ്മൾ പോക്കോ X6 Proയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ക്യാമറ പെർഫോമൻസ് മച്ച് ബെറ്റർ ആണ്.
അത് വെച്ച് നോക്കുമ്പോൾ. എന്നാൽ അത്രയും പെർഫോമൻസ് ഇവിടെ കിട്ടൂല. ഓക്കെ, 7S Gen 2 ആയതുകൊണ്ട് ഡീസെന്റ് പെർഫോമൻസ് ആണ്, അങ്ങനെ അത്രയും മോശമൊന്നുമല്ല, എന്നാൽ നോട്ട് ലൈക്ക് പോക്കോ X6 Pro. എന്നാൽ ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 13 ആണ് നിങ്ങൾ കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ആൻഡ്രോയിഡ് 14 അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് നൈസ്. ഒരു ഓവറോൾ ഷവമി ഫോൺ നിങ്ങൾ 25,000 rupees വേണമെങ്കിൽ, ആക്ച്വലി 24,000 rupees ആണ് പ്രൈസ്, 23,999 രൂപയാണ് പ്രൈസ്. ആ പ്രൈസിൽ ഒരു ഓൾറൗണ്ട് ഷവമി ഫോൺ വിത്ത് ഗുഡ് ക്യാമറ പെർഫോമൻസ് വേണമെങ്കിൽ റെഡ്മി നോട്ട് 13 Pro നോക്കാം. നെക്സ്റ്റ് ആണ് മോട്ടോറോള എന്ന കമ്പനിയുടെ മോട്ടോ എഡ്ജ് 40 Neo. ലേശം പഴയ ഫോണാണ്, പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് എ ഗുഡ് ഫോൺ. വരുന്ന പ്രൈസിൽ നല്ലൊരു ഫോണാണ്, കാരണം 20,999 രൂപയാണ് ഇപ്പം കിടക്കുന്ന പ്രൈസ്. ആ പ്രൈസിൽ നല്ലൊരു പാക്കേജ് ആയിരിക്കും. 144 Hz AMOLED ഡിസ്പ്ലേ, മീഡിയടെക്കിന്റെ Dimensity 7030 ചിപ്സെറ്റ്, 50 MP ഡ്യുവൽ ക്യാമറ, 32 MP സെൽഫി ക്യാമറ, 5000 mAh ബാറ്ററി, 68 വാട്ടിന് ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോക്സിൽ ചാർജർ വരുന്നുണ്ട്, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ കൊടുത്തിട്ടുണ്ട്, കർവ്ഡ് OLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് കർവ്ഡ് ഡിസ്പ്ലേ ഇഷ്ടമാണെങ്കിൽ ഈ ഫോണിലുള്ള ഡിസ്പ്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. പിന്നെ 144 Hz സ്മൂത്ത്നെസ് ഉണ്ട്, നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ്. ഔട്ട്ഡോർ ആണെങ്കിലും ഇൻഡോർ ആണെങ്കിലും നല്ല ബ്രൈറ്റ്നസ് തരുന്നുണ്ട്. ക്യാമറ പെർഫോമൻസ് ഇതിന്റെ സ്ട്രെങ്ത് ആണെന്ന് പറയാൻ പറ്റൂല. ഓക്കെ, ഡീസന്റ് ക്യാമറ പെർഫോമൻസ് ആണ്. മോട്ടോറോള ഫോൺസിന്റെ വലിയൊരു പ്രശ്നം അതാണ്, അപ്ഡേറ്റ്സ് തരുമെന്ന് അവർ പറയുന്നുണ്ട്, പക്ഷേ ഇതുവരെ ഈ ഫോണിൽ ആൻഡ്രോയിഡ് 14 വന്നിട്ടില്ല. ആൻഡ്രോയിഡ് 13 കിടക്കുന്നത്. ഓക്കെ, ഉടനെ വരും എന്നാണ് മോട്ടോറോള പറഞ്ഞിരിക്കുന്നത്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. സോ ആ ഒരു പ്രോബ്ലം ഉണ്ട് മോട്ടോറോള ഫോൺസിൽ. അടുത്ത ഫോൺ ഒരുപാട് പോർട്രേറ്റ് ഫോട്ടോസ്, അതായത് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയിട്ട് വരുന്ന നൈസ് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുന്നവർക്ക് വേണ്ടിയാണ്. കാരണം ഇതിൽ ഒരു ഡെഡിക്കേറ്റഡ് 2x പോർട്രേറ്റ് ക്യാമറ ഈ കമ്പനി തന്നിട്ടുണ്ട്. അതാണ് റിയൽമിയുടെ റിയൽമി 12 Pro. 120 Hz AMOLED ഡിസ്പ്ലേ, സ്നാപ്ഡ്രാഗൺ 6 Gen 1 ചിപ്സെറ്റ്, 50 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 16 MP സെൽഫി ക്യാമറ, 5000 mAh ബാറ്ററി, 67 വാട്ടിന്റെ ചാർജിംഗ് ഒക്കെ ഉണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ കൊടുത്തിട്ടുണ്ട്. നല്ല പ്രീമിയം വീഗൻ ലെതർ ഡിസൈനിലാണ് വരുന്നത്. പിന്നെ ആ ഒരു റിയൽമിയുടെ റൗണ്ട് ക്യാമറ മോഡൽ അതൊക്കെ ഇവിടെ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ബാക്കിൽ വീഗൻ ലെതർ ഫിനിഷ് വേണമെങ്കിൽ ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ കർവ് ഡിസ്പ്ലേയും വരുന്നുണ്ട്. സോ ഓവറോൾ കയ്യിൽ പിടിക്കാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്. എന്നാൽ ഈ ഫോണിന്റെ ഹൈലൈറ്റ്, അതായത് മറ്റൊരു ഫോണും ഈ പ്രൈസ് റേഞ്ചിൽ തരാത്തൊരു സംഭവമാണ് 2x ടെലിഫോട്ടോ ക്യാമറ. ഈ ക്യാമറ വെച്ച് നമുക്ക് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. നല്ലൊരു ഔട്ട്പുട്ട് ആണ് കിട്ടുന്നത്. ഓക്കെ, പിന്നെ ഇതിന്റെ മെയിൻ ക്യാമറ ആണെങ്കിലും അത് വെച്ച് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും. സോ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ക്യാമറ പെർഫോമൻസ് നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഫോൺ ആയിരിക്കും റിയൽമി 12 Pro. എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോട്ട് വേഴ്സും റെക്കമെൻഡേഷൻസ് ഒക്കെ വരുന്നുണ്ട്. റിയൽമിയുടെ ഫോണാണെന്ന് അറിയാലും. സോ അതൊക്കെ ഉണ്ടാവും, അതൊക്കെ എടുത്ത് മാറ്റേണ്ടി വരും. 8GB 128GB പ്രൈസ് ആണ്, 22,999 രൂപ. നെക്സ്റ്റ് ആണ് നമ്മുടെ സാംസങ്ങിന്റെ ഫോൺ, അതായത് സാംസങ് F55. ഇതുവരെ വന്നിട്ടില്ല, ഇതിന്റെ വീഡിയോ വരുന്നുണ്ട്. സാംസങ്ങിന്റെ ഫോൺസ് മാത്രം വാങ്ങിക്കുന്നവരുണ്ടല്ലോ, സോ അവർക്ക് വേണ്ടിയുള്ള ഫോണാണ് ഈ F55. ഇതിന്റെ പ്രൈസ് അറിയില്ല. ഓക്കെ, ചിലപ്പം 30,000 താഴെ ആയിരിക്കും, ചിലപ്പോൾ 25,000 താഴെ. എനിക്ക് തോന്നുന്നു ഇനീഷ്യലി ആ ഒരു ലോഞ്ചിന്റെ സമയത്ത് ഓഫറൊക്കെ ചേർത്ത് മിക്കവാറും സാംസങ് ഈ ഫോൺ 25,000 രൂപ തരാൻ ചാൻസ് ഉണ്ട്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ബേസിക്കലി നമ്മൾ ആ ഒരു M55 കണ്ടല്ലോ, ഞാൻ ആക്ച്വലി കവർ ചെയ്തില്ല M55, പക്ഷേ M55 ഉള്ള സെയിം സാധനമാണ് വരുന്നത്. എന്നാൽ ഈ ഫോണിൽ ആ ഒരു ലെതറിന്റെ വീഗൻ ലെതർ ബാക്ക് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്തോളൂ, കാരണം ഇതിന് ഈ ഫോണിന്റെ വീഡിയോ മിക്കവാറും വരാൻ ചാൻസ് ഉണ്ട്. സോ അത് മിസ്സാവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ്. നെക്സ്റ്റ് ഫോണാണ് 25,000 rupees താഴെയുള്ള എൻ്റെ ഫേവറേറ്റ് ഫോൺ. അതാണ് OnePlus Nord CE4 5G. ഒരു കംപ്ലീറ്റ് പാക്കേജ് എന്നൊക്കെ പറയാൻ പറ്റും. അതായത് ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രം ഇങ്ങനെ തള്ളി നിൽക്കുന്നില്ല, ഓവറോൾ ഒരു ഓൾറൗണ്ട് പാക്കേജ് ആണ്. 120 Hz AMOLED ഡിസ്പ്ലേ, Qualcomm Snapdragon 7 Gen 3 ചിപ്സെറ്റ്, 50 MP ഡ്യുവൽ ക്യാമറ, 16 MP സെൽഫി ക്യാമറ, 5500 mAh ബാറ്ററി, 100 വാട്ടിന് ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ വരുന്നുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല, ഒരു ഓൾറൗണ്ട് പാക്കേജ് ആണ്. 25,000 rupees താഴെയുള്ള പ്രൈസ് സെഗ്മെന്റ് നോക്കുകയാണെങ്കിൽ. പിന്നെ നല്ല സ്റ്റേബിൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ എക്സലന്റ് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. എല്ലായിടത്തും OnePlus അത് നല്ലോണം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, എല്ലാം നല്ലതാണ്. ഈവൻ ക്യാമറ ആണെങ്കിലും ഈ പ്രൈസ് റേഞ്ചിലുള്ള നല്ല ക്യാമറ പെർഫോമൻസ് ആണ് ഈ ഫോണിൽ കിട്ടുന്നത്. ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 14 ഉണ്ട്, ആൻഡ്രോയിഡ് 16 വരെയുള്ള അപ്ഡേറ്റ് ഈ ഫോണിൽ കിട്ടും. പിന്നെ അങ്ങനെ ഒരുപാട് ബ്ലോട്ട് വെയർസ് ഇല്ല. എന്നാൽ നമ്മൾ ഈ OnePlus ഫോണിൽ പ്രതീക്ഷിക്കാത്ത സംഭവം ഉണ്ടല്ലോ, അതായത് ഈ ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസും അതൊക്കെ ഇവിടെ വരുന്നുണ്ട്, എടുത്ത് കളയാൻ പറ്റും. പിന്നെ റെഡ്മിയുടെ ആ ഒരു ഗ്ലാസ് ബാക്ക് അല്ലെങ്കിൽ റിയൽമിയുടെ വീഗൻ ലെതറിൻ്റെ ഒരു ഇൻഹാൻഡ് ഫീൽ ഉണ്ടല്ലോ, ആ രീതിയിലുള്ള ഒരു പ്രീമിയം ഇൻഹാൻഡ് ഫീൽ ഇവിടെ കിട്ടൂല. കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡാണ് വരുന്നത്. നിങ്ങൾക്കത് ഓക്കെ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള കവർ ഇട്ടാണ് ഉപയോഗിക്കുന്നത്, നിങ്ങൾ അറിയാൻ പോകുന്നില്ല. സോ അങ്ങനെയാണെങ്കിൽ I think 25,000 rupees താഴെ ദി ബെസ്റ്റ് ഓൾറൗണ്ട് പാക്കേജ് ആണ് OnePlus Nord CE4 5G. ഇനി നിങ്ങൾ 15,000 അല്ലെങ്കിൽ 20,000 രൂപയുടെ താഴെയുള്ള ദി ബെസ്റ്റ് ഫോൺസ് ആണ് നോക്കുന്നതെങ്കിൽ ഈ രണ്ട് വീഡിയോസ് ചെക്ക് ഔട്ട് ചെയ്തോളൂ. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.